അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഗസയിൽ നടത്തിയ വെടിനിർത്തൽ കരാറിനെ കുറിച്ച് ഇസ്രായേലിൽ മാധ്യമങ്ങൾ തന്നെ സോഷ്യൽ മീഡിയകളിൽ നടക്കുന്ന പ്രചാരണമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലിനെ നോബൽ സമ്മാനത്തിനു വേണ്ടി വിറ്റിരിക്കുന്നു എന്നുള്ളത്. ഈ യുദ്ധത്തിൻ്റെ വെടിനിർത്തലിൽ ഇസ്രായേലിന് വിജയമല്ല പരാജയമാണ് എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇത് ഇസ്രായേൽ മാധ്യമങ്ങളിൽ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഹമാസിന് കാര്യമായിട്ട് ഒന്നും സംഭവിച്ചില്ല. ഹമാസ് തീർന്നു എന്നൊക്കെ പറയുമ്പോഴും ഹമാസ് ഇപ്പോഴും ശക്തരായിട്ട് തന്നെ ഉണ്ട്. അതായത് ദിവസവും ഹമാസ് അവർ വീഡിയോകൾ പുറത്തു വിടുന്നുണ്ട്. അതായത് ഇസ്രായേൽ സൈനികരെ കൊല്ലുന്നതും മർക്കോവ ടാങ്കുകൾ പൊട്ടിക്കുന്നതുമൊക്കെ ആയിട്ടുള്ള വീഡിയോകൾ ഹമാസ് പുറത്തു വിടുന്നുണ്ട്. എന്നാൽ ഇസ്രായേൽ വിടുന്നതോ അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളെ കൊല്ലുന്നതും ആശുപത്രികൾ തകർക്കുന്നതും പള്ളികളും അങ്ങനെയുള്ള യുദ്ധക്കുറ്റമാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഹമാസ് ശക്തരായിട്ട് തന്നെ അവിടെയുണ്ട്. അവിടുത്തെ ജനങ്ങളെ കൊന്നു തള്ളിയല്ലാതെ ഇസ്രായേലിന് കാര്യമായിട്ട് ഈ യുദ്ധത്തിൽ ഒന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല. ഈ റിപ്പോർട്ടിനെ കുറിച്ച് നമുക്കൊരു വീഡിയോ കണ്ടു നോക്കിയാലോ. വെടിനിർത്തലിനെ കുറിച്ച് ഇസ്രായേലിന്റെ മാധ്യമങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ വലിയ രൂപത്തിലുള്ള പ്രചാരം നടക്കുന്ന ഒരു കാര്യമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നോബൽ സമ്മാനത്തിന് വേണ്ടി ഇസ്രായേലിനെ വിറ്റിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഹമാസുമായി ഉണ്ടാക്കിയ ഈ ഒരു ഡീലിംഗ് അല്ലെങ്കിൽ ട്രംപ് മുന്നോട്ട് വെച്ച ഈ ഒരു വെടിനിർത്തൽ കരാർ അത് ഇസ്രായേലിന്റെ വിജയമല്ല പരാജയമാണ്, ഇസ്രായേലിനെ വിൽക്കുന്നതാണ് എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇത് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ചില വാർത്തകൾ ഇസ്രായേലിനകത്ത് പ്രചരിക്കുന്നു എന്നതാണ് ഏറെ പ്രസക്തമായ കാര്യം. ഈ ഒരു കരാറിൽ ഇസ്രായേലിനകത്ത് വിജയമല്ല, അവർ ആശങ്കയോടെയാണ് ഇതിനെ കാണുന്നത്. കാരണം ട്രംപും നെതന്യാഹുവും മുന്നോട്ട് വെച്ച പല കാര്യങ്ങളുണ്ടെങ്കിലും ഹമാസ് അതിനോട് പ്രതികരിച്ചത് വളരെ ബുദ്ധിപൂർവമാണ്. കാരണം അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് അനുസൃതമായിരിക്കും ഗസയുടെ ഭരണമെന്ന് അവർ മുന്നോട്ട് വെക്കുമ്പോൾ അത് പറ്റില്ല എന്ന് പറയാൻ കഴിയില്ല. കാരണം അന്താരാഷ്ട്ര നിയമം അത് സ്വീകാര്യമല്ല എന്ന് പറയാൻ കഴിയില്ല. ഗസയുടെ ഭരണം, ഗസയിലെ ആളുകൾ തെരഞ്ഞെടുക്കണമെന്നത് അത് അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് ഉള്ളിലുള്ളത്. അങ്ങനെയാണ് തീരുമാനം വരുന്നതെങ്കിൽ അത് ഇസ്രായേലിന്റെ പരാജയമാണ്. അതേ സമയത്ത് ട്രംപിന്റെയോ ടോണി ബ്ലെയറിന്റെയോ നേതൃത്വത്തിലുള്ള ഒരു സംഘമാണ് അവിടുത്തെ ചുമതലകളും ഭരണവും കൈയാളുന്നത് എങ്കിൽ അത് ഇസ്രായേലിന് അനുകൂലമായൊരു തീരുമാനമായി കണക്കാക്കാൻ സാധിക്കും. പക്ഷെ ഇന്ന് US രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥനും മുൻ UN ആയുധ ഇൻസ്പെക്ടറുമായിരുന്ന സ്കോട്ട് റിട്ടർ ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇസ്രായേലിന് ഫലസ്തീനിലുള്ള ജനങ്ങളെ കൊല്ലാം, പക്ഷെ അവിടെ വിജയം എന്നത് ഇസ്രായേലിന് അസാധ്യമാണ്. ട്രംപ് ഇപ്പോൾ ഇതിലേക്ക് ഒരു വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ആ കരാറിലൂടെയും ഇസ്രായേലിന് വിജയിക്കാൻ കഴിയില്ല. കാരണം ഹമാസ് ഒരിക്കലും അംഗീകരിക്കാത്ത, അവർക്ക് സ്വീകാര്യമല്ലാത്ത ഡിമാൻഡുകളാണ് അമേരിക്ക മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഹമാസ് അതിനോട് വളരെ കൃത്യമായും സൂക്ഷ്മമായും പ്രതികരിച്ചത്. അവരുടെ പ്രതികരണത്തിൽ പരാജയങ്ങൾ ഒരിക്കലും കാണാൻ കഴിയില്ല. അതാണ് അദ്ദേഹം പറയുന്നത്. ഒരിക്കലും തന്നെ സ്വീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ മുന്നോട്ട് വെച്ചാൽ യുദ്ധം മുന്നോട്ട് പോകും. പക്ഷെ അതിലൂടെ ഇസ്രായേലിന് വിജയമുണ്ടാവുകയില്ല. വർഷങ്ങൾ നീണ്ടാലും ആ യുദ്ധം അവിടെ നിലനിൽക്കും. പക്ഷെ ജനങ്ങളെ കൊല്ലാൻ സാധിക്കും. അതിലൂടെ ഇസ്രായേലിന്റെ മുഖച്ഛായ തകരുമെന്നതല്ലാതെ ഇപ്പോൾ തന്നെ ഇസ്രായേലിന് ലോകത്തുണ്ടായിരുന്ന എല്ലാ പേരുകളും നഷ്ടപ്പെട്ടു. ഇസ്രായേലിനെ അംഗീകരിച്ചിരുന്ന പലരും അത് തള്ളിക്കളഞ്ഞു. ഇപ്പോൾ ഇസ്രായേലുമായി ഉണ്ടാക്കിയിരുന്ന എല്ലാ ആയുധ കരാറുകളും അവർ മരവിപ്പിച്ചു കളഞ്ഞു. അങ്ങനെ ധാരാളം രാഷ്ട്രങ്ങൾ അത്തരം നീക്കങ്ങളിലേക്ക് കടന്നു വരികയാണ്. അത് ഇസ്രായേലിനെ എല്ലാ അർത്ഥത്തിലും തളർത്തുന്നതാണ് കാണാൻ സാധിക്കുന്നത്. മറ്റൊരു ഭാഗത്ത് ഹൂത്തികളുടെ അതിശക്തമായ ഉപരോധം കടലിൽ ഉണ്ടാകുമ്പോൾ അതും വലിയ രൂപത്തിലുള്ള പ്രതിസന്ധി ഇസ്രായേലിനകത്ത് ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിന് ഒരിക്കലും ആളുകളെ കൊല്ലുക എന്നതല്ലാതെ ജയിക്കാൻ കഴിയില്ല എന്നാണ് ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. നാം ശ്രദ്ധിക്കേണ്ട കാര്യം, ഗസയിൽ ഇസ്രായേൽ അതിശക്തമായ ആക്രമണം നടത്തുന്നു. ആർക്കെതിരെയാണ്? ഗസയിലുള്ള ജനങ്ങൾക്കെതിരെയാണ്. ഹമാസ് ഇപ്പോഴും ശക്തമായ പ്രതിരോധം അവർ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ ദിവസവും അവർ വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മെർക്കോബ ടാങ്കുകൾ തകർക്കുന്നു, ഇസ്രായേലിന്റെ സൈനികരെ കൊല്ലുന്നു. അങ്ങനെയുള്ള വീഡിയോകൾ അവർ
ചെയ്യാൻ. അതേസമയം ഇസ്രയേൽ പുറത്തുവിടുമ്പോൾ കാണുന്നത് സാധാരണക്കാരായ ജനങ്ങളെ കൊല്ലുന്നു, ആശുപത്രികൾ തകർക്കുന്നു, പള്ളികൾ തകർക്കുന്നു, ആളുകളുടെ വാസസ്ഥലം ആക്രമിക്കുന്നു. ഇങ്ങനെ ഒരു നിയമവിരുദ്ധമായ ആക്രമണങ്ങളുടെ ഒരു കൂട്ടമാണ് ഗസയിൽ ഇസ്രയേലിന്റെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് ഈ മുൻ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥൻ പറയുന്നത് ഒരിക്കലും ഇസ്രയേലിന് വിജയിക്കാൻ കഴിയില്ല. കാരണം ഹമാസ് ഇസ്രയേലിന്റെ ആയുധങ്ങളുടെ കീഴിലല്ല ഉള്ളത്, ആയുധങ്ങൾ സ്പർശിക്കാത്ത ഭാഗത്ത് സുരക്ഷിതമാണ്.